കാലവർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗം എത്തുന്നു. കാലവർഷത്തിന്റെ നേരത്തെയുള്ള വരവ് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ. മഴ കനക്കും. സംസ്ഥാനത്തിനി പെരുമഴയായിരിക്കും. മഴക്കെടുതിക്കും സാധ്യതയുണ്ട്. മുന്നൊരുക്കങ്ങൾ ശക്തമാക്കണം. സാധാരണയായി ജൂൺ 1-നാണ് കേരളത്തിൽ കാലവർഷം എത്തുന്നത്. എന്നാൽ ഇത്തവണ മെയ് അവസാന വാരത്തിൽ തന്നെ കേരള തീരത്തേക്ക് കാലവർഷം കടന്നെത്തിയതായാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ച ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും കാലവർഷത്തിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നതാണെന്നും വിശദീകരിക്കുന്നു. എന്നാൽ കേരളത്തിലേക്കുള്ള പ്രവേശനത്തിന് പിന്നാലെ ലക്ഷദ്വീപ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കും മഴമേഘങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തെക്കൻ സംസ്ഥാനങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായ മഴ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യാപകമായ മഴ മാത്രമല്ല, അത് ശക്തമാകാനും സാധ്യതയുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട അനുകൂല അന്തരീക്ഷ സാഹചര്യമാണ് ഇത്തരത്തിൽ കാലവർഷത്തിന് കൂടുതൽ ശക്തി നൽകുന്നത്. കൂടാതെ സമുദ്രോപരിതല താപനിലയിലെ വ്യതിയാനങ്ങളും മഴയുടെ തോത് വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരമേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായതും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലനിര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്ത സാധ്യതകളും നിരീക്ഷിച്ചു വരികയാണ്. എന്നാൽ കാലവർഷത്തിന്റെ നേരത്തെയുള്ള വരവ് കാർഷിക മേഖലയ്ക്ക് വലിയ ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് കർഷകർക്കും വലിയ പ്രതീക്ഷ നൽകുന്നു. നെൽകൃഷി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വേഗത്തിലേക്കാൻ ഈ കാലവർഷം സഹായിക്കും. കൂടാതെ അണക്കെട്ടുകളിലേക്കും ജലസംഭരണികളിലേക്കും കൂടുതൽ ജലപ്രവാഹം ലഭിക്കുന്നതോടെ കുടിവെള്ളക്ഷാമവും ഉണ്ടാകും. ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേസമയം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും മലനിര മേഖലയിലെ ജനങ്ങളും പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ പറയുന്നു. ദുരന്ത നിവാരണ അതോറിറ്റികളും തദ്ദേശ സ്ഥാപനങ്ങളും മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കാലവർഷത്തിന്റെ ശക്തിയെ ബാധിക്കുന്ന ഒന്നാണ് എൽനിനോ പ്രതിഭാസം. ഇത് കുറച്ച് ആശങ്ക നിലനിർത്തുന്ന ഒന്നാണ്. പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില ഉയരുന്നതിനെ തുടർന്ന് ഇന്ത്യയിലെ മഴയുടെ അളവിൽ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാലാവസ്ഥാ ഘടകങ്ങൾ മൺസൂണിനെ അനുകൂലമാക്കുന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.